ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ജോമോൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കുന്നത് നല്ലൊരു കടുമാങ്ങ അച്ചാറാണ്. വിനാഗിരി കൂടാതെ നമുക്കെങ്ങനെ കേടാകാതെ മാങ്ങ ഇട്ട് വെക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഈ മലയാളികളെ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കട്ട് ചെയ്യേണ്ട കാര്യത്തിൽ. എന്നാൽ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് ഇച്ചിരി ഉപ്പും മഞ്ഞൾ പൊടി ഇട്ടിട്ട് ഒരു 3-4 മണിക്കൂർ വെച്ചേക്കുക. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളിയാണ് മെയിനായിട്ട് വേണ്ടുന്നത്. ഒരു 150 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഞാൻ കട്ട് ചെയ്തെടുത്താണ്. പിന്നെ നല്ല വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് നുറുക്കിയെടുക്കണം. അത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് മെയിനായിട്ട് അച്ചാർ നമുക്ക് കൂടുതലായിട്ട് വേണ്ടുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ച് പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇനിയിപ്പം നല്ലെണ്ണ വേണമെങ്കിൽ നല്ലെണ്ണയൊക്കെ യൂസ് ചെയ്യാം, അവരവർക്ക് ഇഷ്ടമുള്ള ഓയിലൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ കടുക് ഇട്ട് കൊടുത്തതിലേക്ക്. കടുക് ഇച്ചിരി കൂടുതൽ ഇട്ടേക്കണം അച്ചാറിലേക്ക് ആകുമ്പോൾ. ഞാനൊരു 1.5 ടീസ്പൂണിന് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കും. എല്ലാം അങ്ങോട്ട് തട്ടിക്കൊടുക്കുക. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വെളുത്തുള്ളിക്ക് ഇഞ്ചിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുത്താൽ മതി. മാങ്ങയിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയോട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് കായപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണ് മതി. ഓക്കെ, അത്രയും കായപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിനി എരിവൊക്കെ നല്ലതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി എരിവുള്ള മുളക് പൊടി കൂടെ ചേർക്കാവുന്നതാണ്. അന്നേരം ഒരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് പച്ചമണം മാറത്തക്കവണ്ണം ചെറു തീയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ വിനാഗിരി ഒന്നും ഇത് ചേർത്തിട്ടില്ല. അതിന് വിനാഗിരി ഇല്ലാതാണ് മാങ്ങ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. ശകലം ഉപ്പുകൂടി ഇട്ട് കൊടുക്കുകയാണ്. പൊടിയെല്ലാം ഇപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയെല്ലാം അരിച്ചെടുത്തതാണ്. അരിച്ചെന്ന് പറഞ്ഞാൽ വെള്ളമയം ഇല്ലാതെ എടുക്കണം. ഉപ്പും മഞ്ഞൾ പൊടി ഇട്ട് വെച്ച മാങ്ങയാണ്. അന്നേരം വെള്ളം ഇല്ലാതെ നമ്മൾ അത് ഇനിയും ആ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം പൂക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡ്രൈ ആയിട്ട് വേണം എടുക്കാൻ, വെള്ളമയം ഇല്ലാതെ. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി എല്ലാം കൂടി ഒന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ തന്നെ നാവിൽ നിന്ന് കൊതി ഊറുന്നുണ്ട്. ഇനി ഇതൊരു സ്പൂൺ അങ്ങോട്ട് കോരി ചോറിലോട്ടൊക്കെ ഇട്ട് ഒരു ഇച്ചിരി ചമ്മന്തിയും ഒരു മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ നല്ല കുശാലായിരിക്കും. ഇനി ഇവനെ നമുക്കൊന്ന് പാക്ക് ചെയ്ത് വെക്കാം.
ഒരു 2-3 ദിവസത്തേക്ക് പാക്ക് ചെയ്ത് വെച്ച് തന്നിട്ട് പിന്നെ എടുത്ത് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോഴത്തേനും എല്ലാം ഒന്ന് പിടിച്ച് മസാലയൊക്കെ പിടിച്ച് എരി എല്ലാം ഒന്ന് പുളിയൊക്കെ ഒന്ന് ഇറങ്ങി നല്ല പരുവായി കിട്ടും. അപ്പോൾ അവിടെ ഇരിക്കട്ടെ ഒരു 3 ദിവസം. അപ്പോൾ 3 ദിവസം കഴിഞ്ഞ് നമ്മൾ എടുത്തതാണ്. മാങ്ങയെല്ലാം നല്ല പരുവായിട്ട് ഇരിപ്പുണ്ട്. അന്നേരം എല്ലാവരും ഈ റെസിപ്പിയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, കമൻസുകളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ സേഫ്. ബൈ.